സംസാരം അവസാനിപ്പിക്കുകയാണ്. മോഡലുകളാവാൻ, മുന്നിൽ മാതൃകയാവാൻ നമുക്ക് കഴിയണോ? കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, എല്ലാവർക്കും സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക എന്നത് പ്രധാനമാണ്. എല്ലാവർക്കും അങ്ങനെയാണ്. ആരെങ്കിലും ഒരു ചങ്കായിട്ട് ഒരാളെ കിട്ടണം, അങ്ങനെയാണ്. അത് എല്ലാവരുടെയും ആവശ്യമാണ്. നമ്മളെ പരിഗണിക്കുന്ന ഒരാളുണ്ടാവുക എന്നുള്ളത് കുട്ടികളെ മാത്രമൊന്നും ആവശ്യമല്ല, നമ്മളെ ആവശ്യമാണ്. ആ പരിഗണിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ട് സ്വാഭാവികമായിട്ട് ഒരു ഇണക്കുണ്ടാവും. ഞാൻ വെറുതെ നേരത്തെ കുട്ടികളോട് ചോദിച്ചില്ലേ, ഇഷ്ടപ്പെട്ട ഒരാളെ പേര് പറയാൻ പറഞ്ഞപ്പോ, ഒരു കളിക്കാരന്റെ പേര് പറയാൻ പറഞ്ഞപ്പോ മെസ്സി എന്ന ആവേശപൂർവ്വം അവർ പറഞ്ഞല്ലേ. എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇതേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു അധ്യാപകൻ കുട്ടികളോട് എന്താവണമെന്ന് അംബിഷൻ ചോദിച്ചപ്പോ ഒരു കുട്ടി പറഞ്ഞ മറുപടി ഉണ്ട്, എനിക്കൊരു സ്വഹാബിയാവണോ, എനിക്കൊരു സ്വഹാബിയാവണു. ചോദ്യകർത്താവായ അധ്യാപകന് സ്വഹാബി എന്നുള്ള തസ്തിക അറിയില്ല, ആ പ്രൊഫഷണൽ മേഖല അറിയില്ല. ചോദിച്ചു, അതേതാണ് ആ മേഖല? കുട്ടിയുടെ മറുപടി, എൻ്റെ ഉപ്പാപ്പ, എൻ്റെ ഉമ്മാമ എല്ലാ ദിവസവും എനിക്കൊരു സ്വഹാബിയുടെ കഥ പറഞ്ഞു തരും. അന്ന് തൊട്ട് എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹമാണ്, ഒരു സ്വഹാബിയാവണോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഉപ്പമാരെ, ഉമ്മമാരെ, ഇന്നേ വരെ നമ്മുടെ കുട്ടികളെ ഒന്ന് അരികത്ത് നിർത്തിയിട്ട് സ്നേഹത്തോടൊന്ന് തലയിൽ കൈവച്ചിട്ട് ഏതെങ്കിലും ഒരു മഹാന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എസ് വീരാൻ ഉസ്താദിന്റെ ചരിത്രം നമ്മൾ കേട്ടവരല്ലേ. പള്ളി ഉണ്ടാക്കാൻ വേണ്ടി, മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി കിലോമീറ്ററുകൾ പട്ടിണി കിടന്ന് നടന്നു പോയിട്ടില്ലേ? വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് മരണം വരിക്കുമെന്ന് തീർച്ചയായപ്പോൾ വീട്ടിൽ ചെന്ന് അന്നം ചോദിച്ചപ്പോ പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തിൽ ഭക്ഷണം ഇട്ടുകൊടുത്ത് ആ പട്ടിയുടെ വായ തൊടാത്ത ഭാഗത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വിശപ്പകറ്റിയ സംഭവം നമ്മുടെ നാട്ടുകാരനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? പറഞ്ഞു കൊടുക്കണ്ടേ നമ്മുടെ ഉപ്പാപ്പമാരെ കുറിച്ച് അവർക്കൊന്ന്? മോനെ, മോളെ, ഇങ്ങനെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ച പലരും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ചരിത്രങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ അവരുടെ ഉള്ളിൽ ഈമാനിന്റെ മഹബത്തിന്റെ മുളവൊട്ടുന്നതാണ്. അങ്ങനെ ഒരു മഹബത്ത് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നാടിനും ദീനിനും കുടുംബത്തിനും നാട്ടുകാർക്കും സന്തോഷമുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ഏത് നിസാരമായ ഖൈറാണെങ്കിലും ആ ഖൈറുകളെ നമ്മൾ നിസാരവൽക്കരിച്ച് കണ്ടുകൂടാ. ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബി മരണപ്പെട്ടു. ആ മരണപ്പെട്ട സുഹാബിയുടെ ജനാസ മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാവരും വുദു എടുത്ത് ആ കൂട്ടുകാരന്റെ ജനാസ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ കയറി നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്ന് പറയുകയാണ്, ലാ തുസല്ലി അലൈഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, തങ്ങളാ മനുഷ്യന് വേണ്ടിയിട്ട് ഇമാമ നിൽക്കണ്ട നബിയേ. മുത്തുനബിയോട് പറയാണ്, തങ്ങൾ ഇമാമ നിൽക്കണ്ട. ആരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്? മുത്തുനബിയുടെ അനുയായികളിൽപ്പെട്ട ഒരു കൂട്ടുകാരൻ മരണപ്പെട്ട് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യിത്ത് നിസ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്ന് പള്ളിയിൽ മുന്നിൽ വെച്ചിട്ട് ആ ജനാസയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഉമർ എന്നവർ പറയാണ്, തങ്ങൾ ഇമാമ നിൽക്കണ്ട നബിയേ. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് തലച്ചോറ് കൊണ്ട് ആലോചിച്ചു നോക്ക്. നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു, പള്ളിയിൽ ജനാസ കൊണ്ടുവന്നു, പള്ളിയിലെ ഇമാം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരാൾ ഉച്ചത്തിൽ പറയാണ്, ഉസ്താദേ നിങ്ങൾ ഇമാമ കണ്ടട്ടോ, അതിന് മാത്രമൊന്നും അയാൾ കൊള്ളൂല, ആള് മോശക്കാരനാണ് എന്ന് പറഞ്ഞാൽ വിവാദം കത്തിപ്പടരാൻ പിന്നെ എങ്ങോട്ടെങ്കിലും പോണോ? ഇതാരോടാണ് പറയുന്നത്? അമുസ്ലിമിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ എണീറ്റ് നിന്ന് മാതൃക കാണിച്ചു തന്ന്, മാനവികതയുടെ ഉദാത്തമായ മാതൃക മാലോകർക്ക് കാണിച്ചു തന്ന അഷ്റഫുൽ ഖൽഖായ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയാണ്, സ്വഹാബിയാണ്. ഉമർ എന്നവരിത് പറഞ്ഞപ്പോൾ ചോദിച്ചു, നബി തങ്ങൾ, എന്തേ ഉമറെ നിങ്ങൾ അങ്ങനെ പറയാൻ, എന്തേ ഉമറെ നിങ്ങൾ അങ്ങനെ പറയാൻ? ഉമർ എന്നവരുടെ മറുപടി, യാ റസൂലല്ലാഹ്, ഇന്നേ വരെ അദ്ദേഹത്തിൽ നിന്ന് ഒരു ഖൈറും ഞങ്ങൾ കണ്ടിട്ടില്ല നബിയേ. പള്ളിയിൽ ജമാഅത്തിന് വരാറില്ല നബിയേ, മതവിജ്ഞാന വേദികളിൽ കാണാറില്ല നബിയേ, സമാധാന പ്രവർത്തനങ്ങളിൽ കാണാറില്ല നബിയേ. ഇങ്ങനെ ഒരു ഖൈറിലും കാണാത്ത ഈ കൂട്ടുകാരന് വേണ്ടി തങ്ങൾ എന്തിനാ നിസ്കരിക്കുന്നത്? ഞങ്ങൾ നിസ്കരിച്ച് മറവ് ചെയ്തേക്കാം.
മുത്തുനബി സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബത്തെ, ഇദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഖൈർ നിങ്ങൾക്കറിയുമോ? എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾക്കറിയുമോ? സുബ്ഹാനല്ലാഹ്, ഒരാളും മറുപടി പറയുന്നില്ല. അപ്പോഴാണ് സദസ്സിൽ നിന്നൊരു സഹാബി എണീറ്റ് പറഞ്ഞു, നബിയേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രഭാതമായാൽ ജനാങ്കളത്തിലേക്ക് ഇറങ്ങണോ? ഞങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നതിന് ശേഷം ഞങ്ങളോട് ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു. കൂട്ടത്തിൽ ഞങ്ങൾ ചോദിച്ചൊരാൾ കാവൽ നിൽക്കണം, ശത്രുക്കൾ കടന്നാക്രമിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് ഒരാൾ കാവൽ നിൽക്കൂ, ബാക്കിയുള്ളവരെല്ലാം ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പാതിരാ സമയം കാവലിരുന്നത്, ഉറക്കമൊഴിച്ച് കാവലിരുന്നത് ഈ കൂട്ടുകാരനാണ് നബിയേ. ഉടനെ തന്നെ ഹബീബായ തങ്ങൾ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ ചെറുപ്പക്കാരന്റെ ജനാസയിലേക്ക് മുന്നിട്ട് നിന്നു. മുന്നിട്ട് നിന്നിട്ട് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് പറയുകയാണ്, യശ്ഹദൂന യശ്ഹദൂന അന്നക മിൻ അഹ്ലിന്നാർ. കൂട്ടുകാരാ, ഈ വന്നവരെല്ലാം വിചാരിക്കുന്നത് നീ നരകത്തിന്റെ അവകാശിയാണെന്നാണ്. എന്നാൽ വഅശ്ഹദു അന്നക മിൻ അഹ്ലിൽ ജന്ന, ഞാനിതാ നിനക്ക് സാക്ഷി പറയുന്നു മോനെ, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. താരാട്ടു പാടാൻ തോഴിമാർ വരവുണ്ട്, മിസ്കിന്റെ കുന്നിൽ കൂട്ടമായി കളിയുണ്ട്, അവരുടെ മുമ്പല്ലിന്റെ ലങ്കല് കണ്ട് ജിബിരില് പോലും അമ്പരന്നിട്ടുണ്ട്. ഹിദ്മത്തിനായി കാണമതിൽ ചില കുട്ടികൾ, കാഴ്ചയ്ക്ക് തോന്നും നല്ല കൗതുകമുത്തുകൾ, പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട. കേൾക്കാൻ എന്തൊരിമ്പമാണല്ലേ അഷ്റഫായ തങ്ങൾ ആ കൂട്ടുകാരനോട് പറഞ്ഞത്, മോനെ, എല്ലാവരുടെയും ഭാവന നീ നരകത്തിന്റെ അവകാശിയാണെന്നാണ്. എന്നാൽ ഞാൻ നിനക്ക് സാക്ഷി പറയുന്നു മോനെ, നീ സ്വർഗാവകാശിയാണ്. ഞാൻ എന്തിനാണ് ഈ ഹദീസ് പറഞ്ഞത്? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഒരാളെ കുറിച്ച് നമ്മൾ മാർക്കിടാൻ പോവരുത്. അഥവാ തെറ്റുകുറ്റങ്ങളിൽ ഒരാൾ പെട്ടുപോയാൽ അയാളെ നമ്മൾ അകറ്റി നിർത്തരുത്. അയാളെയും ചേർത്തിപ്പിടിച്ച് നന്മയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണോ? ഒരു പക്ഷേ ആ തെറ്റ് ചെയ്ത വ്യക്തി റബ്ബിനോട് തൗബ ചെയ്താൽ അല്ലാഹുവിന്റെ അടുക്കൽ അയാൾ വിജയിക്കും. അയാളെ കുറ്റം പറഞ്ഞ് നടന്ന നമ്മൾ പരാജയപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഒരാളെയും മാർക്കിടാനുള്ള യോഗ്യത നമുക്കില്ല. ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. പാർട്ടിയുടെ പേര് പറഞ്ഞും, ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞും, പതാകയുടെ പേര് പറഞ്ഞു ആലിമീങ്ങളെ വേർതിരിച്ചും തിരിക്കാതെയും കുറ്റം പറയരുത്. നാടനാണെങ്കിലും ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ നന്മ ചെയ്തവനായേക്കും എന്ന ചിന്ത വെച്ച് ഞാനാണ് മോശക്കാരൻ എന്ന ചിന്തയിൽ ഇബാദത്തുകൾ അധികരിപ്പിക്കാനും നന്മയിലേക്ക് മുന്നേറാനും നമുക്ക് കഴിയണം. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളോ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ കർമ്മമായി നീ കബൂലാക്കണേ അല്ലാ. അല്ലാ, ഞങ്ങളുടെ മസ്ജിദിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹായിച്ചവരുണ്ട്, സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തവരുണ്ട്. ഒരാളെയും നീ ഖായിബാക്കരുത് റഹ്മാനെ. ഈ സദസ്സിലേക്ക് സഹായം അർപ്പിച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ ആരൊക്കെയുണ്ടോ അവരുടെ പേരും ഊരും ആവശ്യവും അറിയുന്ന റബ്ബ് നീയാണ്. എല്ലാവരുടെ ആഗ്രഹങ്ങളും നിറവേറ്റണേ അല്ലാ. വിഷമങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകണേ അല്ലാ. ഇന്നലകളിൽ നാടിന് വേണ്ടി, ദീനിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി നേതൃത്വം നൽകിയ പലരും ആറടി മണ്ണിലാണ്. ഉസ്താദടക്കം അവരുടെയൊക്കെ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ട ബാബഹാജിയുടെ ഭാര്യയാണെന്ന് തോന്നുന്നു. നേരത്തെ മഹ്മൂദി ഉസ്താദ് പ്രത്യേകം തീർക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ എല്ലാവരുടെയും മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ നേതൃത്വത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. സംസാരം ദീർഘിപ്പിക്കുകയല്ല, ഇൻഷാ അല്ലാ
കർണാനന്ദമായ ദഫ് പ്രോഗ്രാം ഇവിടെ നടക്കാനുണ്ട്. ഞാൻ എൻ്റെ സംസാരത്തിന് വിരാമമിടുന്നു. ഒരൊറ്റ മിനിറ്റ്. ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്ന്. എൻ്റെ പ്രോപ്പർ ശരിക്കും തമിഴ്നാടാണ്, നിലവിൽ വയനാട്ടിലാണ്. അവിടെ SSLC കഴിഞ്ഞ 100ഓളം പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു വിമൻസ് അക്കാദമിയുണ്ട്. 52ഓളം അനാഥ മക്കൾ അതിൻ്റെ കീഴിൽ വളരുന്നുണ്ട്. 200ഓളം വരുന്ന കുഞ്ഞിളം നാവുകളിൽ ഖുർആനിൻ്റെ മാധുര്യത്തോടുകൂടെ പഠിക്കുന്ന സ്കൂൾ സംവിധാനത്തിലെ കുട്ടികൾ വേറെയുണ്ട്. ദറസിലൊരു 10-20ഓളം കുട്ടികൾ വേറെയുമുണ്ട്. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞത് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഏരിയ. ദീനി സ്ഥാപനങ്ങൾക്ക് ഏറ്റവും അർഹതപ്പെട്ടൊരിടമാണ്. നിങ്ങളോടൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറയുകയാണ്. വയനാട്ടിൽ വരുമ്പോൾ നിങ്ങളൊക്കെ ആ സ്ഥാപനം വന്ന് കാണാൻ വേണ്ടി മനസ്സ് വെക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെടുന്നു. ആ സ്ഥാപനത്തിലെ മക്കളെ വെച്ച് ദ്വാർന്ന് അല്ലാഹു തആല പല വിഷയത്തിലും റാഹത്തും സന്തോഷവും തന്നിട്ടുണ്ട്. സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും റബ്ബ് വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് ദ്വാർന്ന് ഉസ്താദുമാരൊക്കെ നമ്മുടെ സദസ്സിലേക്ക് കയറി വരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിട ചോദിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ സ്വീകരിക്കുമാറാവട്ടെ. ബഹുവന്യരായ ജസീൽ ഹസൻ ഉസ്താദ് വളരെ സാരസമ്പൂർണമായ ഒരു നിർദ്ദേശം നമുക്ക് നൽകി. അല്ലാഹു ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ബഹുവന്യരായ ഗഫൂർ ഉസ്താദ് നമ്മുടെ ഈ വേദിയിലെത്തിയിട്ടുണ്ട്. ഉസ്താദിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉസ്താദിൻ്റെ ദുആവും നടത്തിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ ചെറിയ മക്കളുടെ ദഫ് പ്രോഗ്രാം നമ്മുടെ ഈ വേദിയിൽ നടക്കുമെന്ന് നമ്മുടെ മുഴുവൻ ആളുകളെയും അറിയിക്കുകയാണ്. ഉസ്താദിൻ്റെ ദുആ കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞ സമയം നമ്മുടെ കുട്ടികളുടെ ദഫ് പ്രോഗ്രാം നടക്കും. അതും കൂടി വീക്ഷിച്ചുകൊണ്ടാകണം നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് പിരിയേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ബഹുവന്ദനായ ഗഫൂർ ഉസ്താദിനെ എല്ലാ ആദരങ്ങളോടുകൂടെയും നിങ്ങൾക്ക് വേണ്ടി ക്ഷണിച്ച് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ചുകൂടി ഇങ്ങോട്ട് വരണം. നമുക്ക് ദുആ ചെയ്യാം. ആ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഇങ്ങോട്ട് വരണം. എല്ലാ പുരുഷന്മാരും മുഴുവൻ ആളുകളും നമ്മുടെ ഈ വേദിയിലേക്ക് വരണം. നമ്മുടെ ദഫിൻ്റെ കുട്ടികൾ ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് ഇവർക്ക് നിൽക്കണം. ദഫിൻ്റെ കുട്ടികൾ അവരിങ്ങോട്ട് നിൽക്കണം ഇൻഷാ അല്ലാഹ്. ആ നിൽക്കുന്ന ആളുകളെല്ലാവരും ഇങ്ങോട്ട് വരണം. എല്ലാവരും ഇങ്ങോട്ട് വരണം. ഒരാളും റോട്ടിലാരും നിൽക്കാൻ പാടില്ല. അവിടെ ഓട്ടോറിക്ഷൻ്റെ അടുത്തൊന്നും ആരും നിൽക്കാൻ പാടില്ല. എല്ലാവരും ഇങ്ങോട്ട് വരണം. പള്ളീൻ്റെ അടുത്തോ ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് വരണം. അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് വരും. ഒരു സദസ്സിൻ്റെ ഒരു ഹുർമത്തുണ്ട്. ഇനിയുണ്ട് അവിടെ കുറഞ്ഞ ആളുകൾ കൂടി അവിടെ ഉണ്ട്. അവരും കൂടി ഇങ്ങോട്ട് അടുത്ത് വരണം. ഇവിടെ ചെയറുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് സുന്ദരമായ രീതിയിൽ പള്ളി എല്ലാവരുടെയും കഠിനാധ്വാനം കൊണ്ട് എല്ലാവരുടെയും സമ്പത്ത് ചെലവാക്കൽ കൊണ്ട് ഒരേ ലക്ഷ്യം എല്ലാവരും മുറുകെ പിടിച്ചത് കൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് സാധ്യമായിട്ടുണ്ട്. അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം. ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ബുഖാരി കടലുണ്ടി തങ്ങളവറുകളുടെ തിരുകരങ്ങളാൽ തുറന്ന്
നിസ്കാരം ആരംഭിച്ചു. ഇതിലേക്ക് സഹായിച്ച മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം അള്ളാഹു കൊടുക്കട്ടെ. ചെറുതും വലുതുമായ സംഖ്യകൾ നൽകിയ ധാരാളം ആളുകളുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിനാക്കി കൊടുക്കട്ടെ. വായിക്കാണ്ടായിരുന്നു. ഇതിലേക്ക് പല നിരക്കും സഹായങ്ങൾ ചെയ്തവരുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ സഹായങ്ങൾ സ്വീകരിക്കട്ടെ. അല്ലാഹു അവരുടെയൊക്കെ സഹായങ്ങൾ സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ഇനി ഈ പള്ളിയുടെ പരിസരത്തുള്ള ആളുകളോട് ഉണർത്താനുള്ളത്, നേരത്തെ ഉസ്താദുമാരൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടാകും. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമല്ല. ഇങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകൂല എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പള്ളിയുടെ അയൽവാസിയാകുക എന്നത് അല്ലാഹു തആല ചെയ്തിരുന്ന വലിയൊരു നിഅമത്താണ്. പഴയ കാലത്തൊക്കെ എത്രയോ ദൂരം നടക്കേണ്ടിയിരുന്നു ഒരു ജമാഅത്ത് കിട്ടണമെങ്കിൽ. ഇന്ന് നമുക്ക് അടുത്തടുത്തടുത്ത് പള്ളികളാണ്. മാഷാ അല്ലാഹ്, ജമാഅത്തിനും ആളുകളുണ്ട്. എന്നാലും ചിലരൊക്കെ മടി കാണിക്കുന്നു എന്ന് സംശയിക്കുകയും ചെയ്യണം. നമ്മുടെ ഈ ഏരിയനെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. എല്ലാവരും ജമാഅത്തിന് വരുന്നവരും കൂടുന്നവരുമാണ്. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രയാണ്. അതേപോലെ തന്നെ സുബ്ഹി ജമാഅത്തിനെ പറ്റിയും ഇശാ ജമാഅത്തിനെ പറ്റിയും പറഞ്ഞത് അതിൻ്റെ ഫളീലത്ത് അറിയാണ് എങ്കിൽ ചന്തി കുത്തി നിരങ്ങി അങ്ങനെ വരാൻ കഴിയൂ എങ്കിൽ അങ്ങനെ അവര് വരും. വലൗ ഹബ്ബൻ എന്നാണ് ഹദീസിലുള്ള വാക്ക്. അവർക്ക് നടക്കാൻ കഴിയൂല, അവർക്ക് ശരിക്ക് നടക്കാൻ കഴിയില്ല, കുനിഞ്ഞു നടക്കാൻ കഴിയില്ല, അവർക്ക് എന്തെങ്കിലും പിടിച്ചു നടക്കാൻ കഴിയില്ല. പിന്നെ അവര് ചന്തി കുത്തി ഇങ്ങനെ നിരങ്ങി നിരങ്ങി അങ്ങനെ വരാൻ കഴിയും. എന്നാലും അവര് വരും. അത്രയും വലിയ ശ്രേഷ്ഠത സുബ്ഹി ജമാഅത്തിനും ഇശാ ജമാഅത്തിനും ഉണ്ടെന്ന് സാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഉൾക്കൊള്ളണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ദുആയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ കുട്ടികൾ ദഫ് കളിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവരെ നിർത്തി സംസാരിക്കാൻ പറ്റൂല. അവരിങ്ങനെ കുറേ സമയം നിന്ന് കഴിഞ്ഞാൽ അവരെ കാല് കടഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് ദുആയിലേക്ക് കടക്കുകയാണ്. നിങ്ങളൊക്കെ എൻ്റെ കയ്യിൽ സംഭാവന തരണം. നമുക്ക് ഈ പരിപാടിക്ക് മറ്റൊക്കെയായി വലിയ സംഖ്യ ചെലവുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ സഹായിക്കണം. നിങ്ങളൊക്കെ നല്ലപോലെ കൊടുത്തവരാണ്. ഇതിൻ്റെ പുതുക്കുപണി തുടങ്ങുമ്പോൾ എന്നെ നിങ്ങളിവിടെ കൊണ്ടുവന്നു. ഞാൻ നിങ്ങളോട് സംഭാവന ചോദിച്ചു. നിങ്ങളൊക്കെ നല്ലപോലെ തന്നു. വലിയ സംഖ്യകൾ നിങ്ങൾ തന്നു, വാഗ്ദാനം ചെയ്തു, എൻ്റെ കയ്യിൽ നേരെ തന്നു. വളരെ വളരെ